മുസ്ലിം ലീഗിൻ്റെ നിലപാടിനായിരിക്കും ആദ്യ പരിഗണന അല്ലെങ്കിൽ മുൻഗണന എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 4 മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് 5 ക്യാബിനറ്റ് പദവികൾ ലീഗിന് ലഭിക്കും. ഈ പ്രാവശ്യത്തെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരിൽ KM ഷാജിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ KM ഷാജിയെ ഒഴിവാക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് VD സതീശൻ്റെ ഒരു നിലപാട് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 5 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കാര കമ്മീഷനും ഒക്കെയാണ് ഇവർക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിന് നൽകുന്നത് എന്നുണ്ടെങ്കിൽ, NSS പോലെയുള്ള SNDP പോലെയുള്ള സാമുദായിക സംഘടനകളും വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു അക്രമം UDF-നെതിരെ നടത്തും. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളൊരു അവകാശവാദം വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ 4 മന്ത്രിമാർ എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ അതിലൊരാൾ ഉപമുഖ്യമന്ത്രി എന്നൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം സർ. ഈ തെരഞ്ഞെടുപ്പ് തുടക്കം തൊട്ടേ ഉള്ളൊരു ആരോപണമല്ല, ഒരു ചർച്ച. ഇൻ കേസ് ഇത്തവണ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് കിട്ടാൻ പോകുന്ന മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളെയും പറ്റിയായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണവും വകുപ്പും അതൊരു കീഴ്വഴക്കമാക്കി മാറ്റാൻ ലീഗ് ശ്രമിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഇത്തവണയും 5 മന്ത്രിസ്ഥാനം വേണം, അതേ വകുപ്പുകൾ തന്നെ വേണം എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ ലീഗിൻ്റെ കാര്യമാണ്, നോക്കിയും കണ്ടും തീരുമാനം എടുത്തില്ലെങ്കിൽ, കാരണം BJPക്ക് 3 MLA-മാരുള്ളൊരു സമയമാണ്. അവരത് ഏത് രീതിയിൽ വേണം ഉപയോഗിക്കാവുന്നൊരവസ്ഥയാണ്. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ചുറ്റിപ്പറ്റി വന്ന ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ലീഗിനെ 4 മന്ത്രിസ്ഥാനം എന്ന തൽക്കാലം അത് മതി എന്നാണ് ഒടുവിലത്തെ കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം. തൽക്കാലം എന്നൊരു വാക്കുകൂടി അതും ഉണ്ട്. അപ്പം ലീഗ് അതുകൊണ്ട് തൃപ്തിപ്പെടുമോ അതോ എങ്ങനെയായിരിക്കും തവണത്തെ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 മന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന് ഒതുങ്ങേണ്ടതായിട്ട് വരും. ലീഗിന് മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു വലിയൊരു വെല്ലുവിളിയുണ്ട്. അതായത് MK മുനീറിൻ്റെ ഒരു ദാരിദ്ര്യാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തീരെ ശരിയായിട്ടുള്ള രീതിയിലുള്ളതല്ല. ഇപ്പോൾ ആരോഗ്യം ശരിയല്ല. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ MK മുനീറിനെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാതെ മുസ്ലിം ലീഗിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ക്യാബിനറ്റ് പദവി ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും MP ആയിട്ടോ MLA ആയിട്ടോ ഒന്നും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതകളുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെ ചോദിച്ചിരിക്കുന്നതാണ് ഭരണപരിഷ്കാര കമ്മീഷൻ. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് PA ജോസഫ് സാറിന് വേണ്ടിയിട്ടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ PC തോമസിന് വേണ്ടിയിട്ടായിരിക്കാം. എന്നാൽ അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനായിരിക്കും ആദ്യ പരിഗണന അല്ലെങ്കിൽ മുൻഗണന എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 4 മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് 5 ക്യാബിനറ്റ് പദവികൾ ലീഗിന് ലഭിക്കും. അത് കാരണം ഇപ്പം തോമസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടുള്ള മന്ത്രിസ്ഥാനത്തേക്ക് 5ാം മന്ത്രിസ്ഥാനമാണ് 2016 ഒരു പരിധിവരെ ഈ ഭൂരിപക്ഷ സമുദായത്തെ കോൺഗ്രസിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഓർമ്മ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ വലിയൊരു സമ്മർദ്ദത്തിന് ഇപ്രാവശ്യം മുസ്ലിം ലീഗ് നിൽക്കാനായിട്ടുള്ള സാധ്യതകളില്ല. കാരണം UDF ഉണ്ടായിരിക്കുന്ന വലിയ ഒരു വിജയമാണ്. അതായത് കോൺഗ്രസിന് തന്നെ തനിച്ച് 63 സീറ്റുകളുണ്ട്. ഈ 63 സീറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ലീഗ് അധികമായിട്ടുള്ളൊരു സമ്മർദ്ദമൊന്നും കോൺഗ്രസിന് മേൽ ചുമത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ VD സതീശൻ പാണക്കാട് ഹൗസിലെത്തി തങ്ങളെയും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ കാണുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ VD സതീശൻ്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മന്ത്രിസ്ഥാനം മാത്രമാണ് അവർക്ക് നൽകാനായിട്ട് സാധ്യതകളുള്ളൂ. കാരണം അതേ രീതിയിൽ പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയും പുകഴ്ത്തുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്തിരുന്ന ആ ഒരു നയം, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിന് ദോഷമുണ്ടായി കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് കടന്നു വരിക വലിയ വർഗീയവാദികളായിരിക്കും അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളായിരിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത് പള്ളുരുത്തി വിഷയത്തിലെടുത്ത ഒരു തീരുമാനം, അതോടൊപ്പം തന്നെ മുനമ്പം വിഷയത്തിൽ അവരെടുത്തൊരു നിലപാട്, ഈ നിലപാടുകളെ ഈ മുനമ്പത്തൊക്കെ എടുത്ത നിലപാടുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് ജോർജ് അവാർഡ് നൽകിയത് എന്നൊക്കെ
വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് വ്യക്തമാണ് 4 മന്ത്രിസ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് ഒതുങ്ങാൻ പോകേണ്ടി പോകുന്നു. അതിനകത്തൊരു സന്തോഷ വാർത്തയുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജില്ല കൂടിയായിട്ടുള്ള എറണാകുളം ജില്ല കളമശ്ശേരിയിൽ നിന്നുള്ള അബ്ദുൽ ഗഫൂറും മന്ത്രിയായിട്ട് വരുന്നു എന്നുള്ളത് നമുക്കൊരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ പ്രാവശ്യത്തെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിൽ KM ഷാജിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ KM ഷാജിയെ ഒഴിവാക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വി.ഡി. സതീശൻ്റെ ഒരു നിലപാട് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മതമാണ് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതുകൂടാതെ തന്നെ UDF അധികാരത്തിൽ വരുന്നത് നമ്മുടെ സമുദായത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം നഷ്ടപ്പെട്ട നേട്ടങ്ങൾ ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ വിവാദങ്ങളിൽ പെടാതെ ഒരു മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പരിപൂർണമായ ഉത്തരവാദിത്തമുള്ളത് വി.ഡി. സതീശനിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു വിവാദ നായകനെ, ഇങ്ങനൊരു വിവാദ പ്രസംഗം നടക്കുന്ന സമയത്ത് നടത്തിയ ഒരാളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ആയുധമായിട്ട് മാറും. കാരണം എല്ലാ ദിവസവും നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ പ്രസംഗത്തിൽ ഒരു പേരായിട്ട് മാറും KM ഷാജി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ KM ഷാജിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, 4 മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് സംതൃപ്തരായിരിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ 5 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കാര കമ്മീഷനും ഒക്കെയാണ് ഇവർക്ക് നൽകുന്നതെന്നുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിന് നൽകുന്നത് എന്നുണ്ടെങ്കിൽ NSS പോലെയുള്ള SNDP പോലെയുള്ള സാമുദായിക സംഘടനകളും വളരെ വലിയ രീതിയിൽ തന്നെ ഉള്ള ഒരു അക്രമം UDFനെതിരെ നടത്തും. അതായത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ UDF മന്ത്രിസഭയ്ക്കെതിരെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 4 മന്ത്രിസ്ഥാനത്തിലേക്ക് ആയിട്ട് ഒതുങ്ങുന്നത്. കാരണം 2011 രാഷ്ട്രീയ സാഹചര്യമല്ല ഈ 2026 2011 വെറും 72 ആളുകൾ മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് 63 അംഗങ്ങൾ കോൺഗ്രസിന് തനിച്ചുണ്ട്. പിന്നെ കേരള കോൺഗ്രസിന് 7 ഉണ്ട്, RSPക്ക് 3 ഉണ്ട്, പിന്നെ UDFന്റെ തന്നെ സ്വതന്ത്രരായിട്ടുള്ള G സുധാകരനും TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനോടൊക്കെ അങ്ങനെ 3 പേരുണ്ട്. ഇങ്ങനെ ഓരോ കാൽക്കുലേഷൻ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു സമ്മർദ്ദമൊക്കെ ചെലുത്താൻ ശേഷിയുള്ള ഒരു പാർട്ടിയല്ല ഇപ്പം മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വഴങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടാതെ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കൈവശത്തു നിന്ന് ഏറ്റെടുക്കണമെന്ന് അവരുടെ അധ്യാപക സംഘടന തന്നെ, കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന തന്നെ ഇന്ന് വി.ഡി. സതീശനെ കണ്ട് നേരിട്ട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടങ്ങളാണ് ഈ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത്. കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ് അവർക്ക് തന്നെ കിട്ടും, അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പ് അവർക്ക് കിട്ടും. നേരത്തെ അവർ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളാണ് വ്യവസായം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം. അതിനകത്ത് വിദ്യാഭ്യാസം എടുത്തു മാറ്റിയതിന് ശേഷം ഒരു പക്ഷേ ആരോഗ്യ വകുപ്പ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യ വകുപ്പും ഒരു നാഷണൽ പോളിസിയുടെ ബേസ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു വകുപ്പാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് ആരോഗ്യ വകുപ്പ് വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയങ്ങൾ. കേന്ദ്രമായിട്ട് നിരന്തരം പോരാടേണ്ട ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കാരണം ഒരുപാട് ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെയൊക്കെ ഫണ്ട് കേന്ദ്ര സർക്കാർ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു സമ്മർദ്ദമൊക്കെ ചെലുത്തേണ്ടതാണ്. അപ്പോൾ ആ ഒരു വകുപ്പ് കോൺഗ്രസ് വിട്ടുകൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഷിബു ബേബി ജോൺ ആണെങ്കിൽ വൈദ്യുതി വകുപ്പൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി വകുപ്പ് വേണമെങ്കിൽ മുസ്ലിം ലീഗിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ കോംപ്രമൈസ് ഉണ്ടാകും. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു വിശ്വസിക്കാം. KM ഷാജിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാരണവശാലും വിട്ടുതരത്തില്ല എന്ന് അനവസരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അദ്ദേഹം ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമുക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും, മുസ്ലിം ലീഗ് 4 മന്ത്രിസ്ഥാനത്തേക്ക് ഒതുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള ഒരു ക്യാബിനറ്റ് റാങ്ക് കൂടി ലഭിക്കുന്നു. ഇനി അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ബോർഡും കോർപ്പറേഷനും ഒക്കെ ഉണ്ട്. ഈ ബോർഡുകളും കോർപ്പറേഷനുകളൊക്കെ വെറുതെ അതൊക്കെ പിരിച്ചുവിടേണ്ട സമയങ്ങൾ കഴിഞ്ഞേക്കുന്നതാണ്. പക്ഷേ എങ്കിൽ തന്നെയും രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ ഒരു കേരള സർക്കാരിൻ്റെ ബോർഡ് വെച്ച് ചെയർമാനെന്നും അത് മെമ്പറെന്നും ഒക്കെ പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്നൊരു അംഗീകാരം കൂടിയായിട്ട് നമുക്ക് അങ്ങനെ കാണേണ്ടതുണ്ട്.
അപ്പോൾ അതിനുള്ള അവസരവുമാണ് കൈവന്നിരിക്കുന്നത്. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളൊരു അവകാശം അതിനി വരാൻ സാധ്യത. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളൊരു അവകാശവാദം വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ 4 മന്ത്രിമാർ എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ അതിലൊരാൾ ഉപമുഖ്യമന്ത്രി എന്നൊരു കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹവും ഒരുപക്ഷെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയാലും വരും മണിക്കൂറുകൾ വളരെ ഏറ്റവും ചൂടേറിയ സമയങ്ങളാണ്. ഈ സമയങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചകൾ UDF ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ PA ജോസഫ് സാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന റവന്യൂ പൊതുമരാമത്താണ് ആവശ്യപ്പെട്ടേക്കുന്നത്. ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ മുമ്പോട്ട് പോകുന്നതെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും.